ഉദ്യോഗാർത്ഥിയായ മകളെ അപരിചിതനായ യുവാവിന്റെ കൂടെ അയച്ച പിതാവ് മകളെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ. നാരായണ, ഈ കേസ് തന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യും? പെണ്ണിനെ ചെറുക്കിനെ അറസ്റ്റ് ചെയ്യാൻ കേസെടുക്കും. ഞാനാണെങ്കിൽ പെണ്ണിന്റെ തമ്പ് അറസ്റ്റ്. അയാൾ ഭാഗ്യണ്ട്. ചെറിച്ച പ്രായത്തിൽ നിൽക്കുന്ന പെണ്ണിനെ വല്ലവന്റെയും കൂടെ അയച്ച ഫാദേഴ്സിനല്ലടാ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ആ തൊപ്പിയെടുത്ത് തലേ വഴി മഞ്ഞുകൊള്ളു. രണ്ട് സിഗരറ്റ് എന്ന് പറഞ്ഞ എണ്ണി 2 സിഗരറ്റേ നീ വാങ്ങിക്കൂ അല്ലേ? അല്ല, ഒരു പാക്കറ്റ് വാങ്ങാം. മതി മതി മതി. നിന്റെ പേരെന്തുവാ? രാജേന്ദ്ര പ്രസാദ്. എന്തോന്ന്? രാജേന്ദ്ര പ്രസാദ്. നിനക്ക് ഇത്ര കൂടിയ പേരിട്ട് ആരാണടേ? എന്തോന്നെ കേസ്? എന്റെ അനിയനെ കിഴക്കേപ്പാട്ടൊക്കെ ഒരു തല്ലി. കാരണം? ഞങ്ങളുടെ താറാവ് അയാളുടെ കുളത്തിൽ ഇറങ്ങിയെന്നും പറഞ്ഞു. താറാവ് പിന്നെ കുളത്തിലല്ലാതെ മരത്തില് കയറി റാസ്ക്. ഞാൻ അവനോട് ചോദിച്ചോളാം. രാജേന്ദ്ര പ്രസാദ് വൈകിട്ട് വീട്ടിലോട്ട് നടക്കണം. വരുമ്പോ 2 താറാവിനെടുത്തോ. രൂപയും കൂടെ ഒന്ന് വയ്ക്കാം. ഈ താറാവ് പൈസന് നല്ലതാവല്ലേ? പഷ്ടല്ലേ? ഞാനാ പോലീസ് സ്റ്റേഷൻ. SC കുട്ടമ്പിള്ള സ്പീക്കിംഗ്. ആര്? ദേവരാജനോ? മ്യൂസിക് ഡയറക്ടറാണോ? പിന്നെ ഏത് ദേവരാജാണോ? അത് എന്തോ അതിന്റെ കാര്യം കേൾക്കാൻ മേല. തന്റെ വായിൽ പറയാതിരിക്കുന്നതോ? ഒന്ന് വാതിർന്ന് പറ. ഓഹോ, SI വേണമെന്നോ? ഇപ്പൊ തരാൻ പറ്റില്ല. കാര്യം വല്ലതുണ്ടെങ്കിൽ ഇവിടെ വന്ന് SC കുട്ടമ്പിള്ള അദ്ദേഹത്തെ കാണോ. ആരാ ചേട്ടാ? എന്റെ ഫാദറിലോ. ഹലോ, കൺഗ്രാചുലേഷൻ. എവിടെയാണ്? കാണുന്നില്ലല്ലോ. ആരാ? ഞാൻ ആരാന്നോ? ഞാൻ തന്നെ. കാണുന്നില്ലല്ലോ. ശരി, തനി കാട് മാറിപ്പോയി. ശശിങ്ക, ഒരു രക്ഷയില്ലല്ലോടാ. ഹലോ, കൈ നിറയെ ഭാഗ്യരേഖയാണല്ലോ. ഫലം പറയട്ടെ വേണ്ടേ? നമ്മളിവിടെ ഇരുന്ന പച്ച കുത്തിയാലും ചുവപ്പ് കുത്തിയാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമുക്കിനി വേറൊരു ബുദ്ധി ഉപയോഗിച്ചാലും വേണം. ഇത് കണ്ടാലേ പച്ച കുത്തിയാണെന്ന് തോന്നുന്നു. പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതെല്ലാം അവിടെ ധൈര്യമായിട്ട് പറഞ്ഞേക്കണോ. കൊച്ചപ്പാ, എടാ ഞാൻ 1-ാം തരം നാടകക്കാരനാ. ഏത് വർഷവും ഭംഗിയായിട്ട് അഭിനയിക്കും. ആണായിട്ട് വേണോ പെണ്ണായിട്ട് വേണോ? ആണും പെണ്ണും കെട്ടതായിട്ട്. അയ്യോ, അതെനിക്കറിയില്ലേ. ഒരു വാലും കൂടി വെച്ചാ കുറേതായിട്ടും അഭിനയിക്കും. എടാ, നീ അക്ബർ ശങ്കർപിള്ളയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ശങ്കർപിള്ളയെ കണ്ടിട്ടുണ്ട്, അക്ബറെ കണ്ടിട്ടില്ലേ. എന്നാൽ ഈ ടിപ്പു സുൽത്താൻ വേലിപ്പിള്ളയുടെ പ്രഥമ ശിഷ്യനാണ് അക്ബർ ശങ്കർപിള്ള. മനസ്സിലാക്കിക്കോ. ആഹാ, അപ്പോ ടിപ്പു സുൽത്താനെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കിട്ടുന്നത് നമുക്ക് തുല്യായിട്ട് പങ്കിട്ട് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞോടത്ത് നിന്നോളണം. എന്റെ പൊന്നു കൊച്ചപ്പ, എനിക്ക് നാളെ നാടകമുള്ളതാ. എനിക്ക് ഇപ്പൊ തന്നെ പോണം. നാളെ നാടകമുണ്ടോ? അപ്പൊ ഓക്കെ, പറഞ്ഞ പോലെ കൃഷ്ണ ഇറങ്ങി വരും. പരിപാടി സക്സസ്. ഞാൻ പുള്ളിയെ പിടിച്ചു വെച്ചിരിക്ക. എവിടെ? അതാ. അപ്പോഴേ അടയാളങ്ങളെല്ലാം നോക്കി നല്ലോണം പരിശോധിച്ചതിന് ശേഷം കാഴ്ച വെച്ചാൽ മതി കേട്ടോ. എന്താ പറയടാ, നിന്റെ പേരെന്താ? എന്റെ പേര് കേട്ടാ നീ പറയ്ക്കും. രാമചന്ദ്രൻ. നീ ജയിലിൽ കിടന്നവനാണ് അല്ലേടാ? ഞാൻ പലതവണ കിടന്നിട്ടുണ്ട്, ഞാൻ പലരെയും കൊന്നിട്ടുണ്ട്. നീ ആരാണോ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണം അല്ലേടാ? അയ്യോ, തല്ലി ഈ പരിപാടിയിലുണ്ടെന്ന് കൊച്ചപ്പൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു പാവപ്പെട്ട നാടകക്കാരനാ. 3 പാർട്ട്
ടിപ്പു സുൽത്താൻ ഇത് കണ്ടോ ഇത് പട്ടകുട്ടിയല്ല മഷീട്ട് വരച്ചു വന്നതാ. സിംഗ കളി രക്ഷപ്പെടുത്ത ഇവ കൃഷ്ണേട്ടൻ ചിലപ്പോ നമ്മളെ ശരീരത്തിൽ പച്ച കുത്തു നല്ല മുറുക്കി പിടിച്ച് ചിന്തു നോക്കാം. നോക്കിയാൽ പോരാ, സാധിക്കണം. എന്റെ കീഴിൽ ജോലി നോക്കിയിരുന്ന ഹെഡ് കോൺസ്റ്റബിൾമാരോടൊപ്പം ഞാൻ എങ്ങനെ ജോലി ചെയ്യും? എന്ത് പുച്ഛമായിരിക്കും അവർക്കെന്നെ. അവധിയെടുക്കണം. ഒരു അധികാരവും ഇല്ലായിരുന്നാൽ കടം ചോദിച്ചാൽ പോലും ആരും 10 രൂപ തരില്ല. അത് ശരിയാ. ഏതായാലും ഇത് കഴിക്കണം. കുടിക്കാൻ ഒരു രസവും തോന്നുന്നില്ല. ചേട്ടൻ കഴിക്കണ്ട. ചേട്ടന്റെ വിഷമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറട്ടെ. കണ്ടില്ലേ എന്നെ ഏമാനെന്ന് വിളിച്ചുകൊണ്ട് നടന്നവന് ഞാൻ ചേട്ടനായത്. എന്റെ മുമ്പിൽ കുടിച്ചിട്ട് പോലും വരാത്ത കുട്ടൻപിള്ള എന്റെ കയ്യിൽ നിന്നും വിസ്കി വാങ്ങി കഴിക്കുന്നു. ഇതാണ് പോലീസിന്റെ അധികാരം പോയാലത്തെ സ്ഥിതി. നമ്മൾ രണ്ടുപേരും നായന്മാര്, ഹെഡ് കോൺസ്റ്റബിൾമാര്. പിന്നെ ചേട്ടന്റെ പ്രായക്കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നു. ചേട്ടൻ വിഷമിക്കണ്ട, ഷാജി മുതലാളി കാര്യം ശരിപ്പെടുത്തി തരും. ചേട്ടാ എടി കുലടേ, എന്റെ കാമപഞ്ചരത്തിൽ കല്ലെറിഞ്ഞ ഘാതകി, നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ഞാൻ കുറെ ഞാൻ കൽപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറിവുള്ളതാ. നോക്കി പോടോ. വില്ലൻ പ്രവേശിക്കുന്നു, വില്ലൻ പ്രവേശിക്കുന്നു. എടാ കുരങ്ങ് വെച്ചപ്പാ, എന്നെ തല്ലുകൊള്ളിച്ചിട്ട് വലിയ കുരങ്ങനും കൊച്ചു കുരങ്ങനും കൂടി നടക്കാറല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ സിംഗ കിട്ടുന്നതിൽ പാതി തുല്യമായിട്ട് പങ്കുവെക്കാന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ സ്ഥലം ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും. അതെ, പേപ്പട്ടി അടിച്ച ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോവാ. പേപ്പട്ടി മരപ്പട്ടി അടിച്ചാൽ നിന്നെ ഞാൻ വിടില്ല. നിന്നെ നിന്റെ സഹോദരനെ ഞാൻ ഇന്ന് ഞാൻ കൊല്ലും. അവിടെ കിടന്നു കൊല്ലടാ. വംശം ഞാൻ നശിപ്പിക്കും. അല്ല, നാടാക്കാൻ ഞാൻ പൊളിക്കൂ. അവിടെ ഒരു സ്വകാര്യം പറയാം. സ്വകാര്യം പിന്നെ പറയാം. ഇപ്പൊ പോകാം. മറ്റന്നാ അവിടെ ഒരു സ്വകാര്യം പറയാം. എപ്പോ പോകാം? നീ എഴുതി തന്നെ അതിന്റെ അപ്പന്റെ മൂക്കെടുക്കും. അപ്പോൾ തന്നെ ഞാൻ കടുപ്പിക്കുന്നത്. എടാ ലങ്ക നശിപ്പിച്ച ആരാന്നറിയോ? ഹനുമാൻ. പിന്നെ നിന്റെ നാടൊക്കെ ഇതുകൊണ്ട് ഞാൻ നശിപ്പിക്കണേ. നിന്നെ ഞാൻ ഒന്ന് കൊല്ലും. ഒന്ന് വേഗം പാടേ. രക്ഷപ്പെട്ടടാ. കേറ് പമ്മി, കേറോട് കേറ്. ശിങ്ക ഡ്രൈവർ കാണുന്നില്ല. അയ്യോ കുഴപ്പമില്ല. ഒന്ന് കടലിലേക്കാണ് ചാടിയത്. നിന്നെ ഞാൻ തപ്പി നടക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഞാൻ എന്റെ അടുത്ത് കാശ് വാങ്ങി എത്ര പ്രാവശ്യം നീ എന്നെ പറ്റിച്ചടാ? അയ്യോ പറയാ പറയാ. അയ്യോ എനിക്കരുത്. അയ്യോ 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 എന്റെ അടുത്ത് വാങ്ങിച്ച കാശുകൾ കൊടുക്കും. ഞാൻ പറ്റിച്ചല്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു അബദ്ധം പറ്റി. നിന്നെ ഞാൻ കൊല്ലും. പച്ച ഒത്തിരി രാമേന്ദ്രന്മാരല്ല. ആരെയും വിചാരിച്ചാൽ തേടി പിടിക്കാം. നീ എന്നെ പറ്റിക്കല്ലേ? ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്ദ്രനല്ല ചന്ദ്രനല്ല അവന്റെ അപ്പനായാലും ശരി, ഞാൻ എങ്ങനെയും തേടി പിടിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുതരാം. നമുക്ക് അതിനെ കാശൊക്കെ ചെലവിപ്പോയി. ഒരു ദിവസം എന്ത് ചെലവെന്നറിയുമോ? എന്റെ പൊന്നാശനെ ഒരു കാര്യം, ഇതിലെന്തെങ്കിലും ഒരു ജോലി തന്നാൽ ഞാനും എന്റെ ഫാമിലിയും ജീവിച്ചു പോകും. ഫാമിലി എന്നല്ല എന്റെ സിംഗം ബ്രദർ. ഞാൻ അങ്ങനെ കടപ്പെട്ടിക്കോളാം. പ്ലീസോ. എന്താണോ അവിടെ പ്രസംഗിക്കുന്നത്? എന്താണോ അവിടെ ഒരു ബഹളം? ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും കോൺസ്റ്റബിളും കയറി വരുമ്പോ ഒന്ന് എഴുന്നേറ്റൊന്ന് ബഹുമാനിച്ചുകൂടെ? നീ ആരാണേ? ഭരണകക്ഷിയോ? ഭരണകക്ഷിയല്ല, എണീക്കാൻ മനസ്സുമില്ല. അല്ല, സേതുമാധവനോ? ജയിലിൽ എപ്പോ വന്നു? വിട്ടപ്പോ വന്നു. ഇനിയും അങ്ങോട്ട് പോണോ? പോകണം. കള്ളനായിട്ടല്ല,
കൊലപാതകയായിട്ട് വീട്ടുകാരനെ ഉപേക്ഷിച്ചു. എനിക്കിനി ബന്ധുക്കളില്ല, ശത്രുക്കളേ ഉള്ളൂ. നമ്മളെ അവന്റെ വാങ്ങിച്ച കാശും കൊടുക്കും. അയ്യോ, ഞാൻ വേണമെന്ന് വിചാരിച്ചെടുത്തല്ല, ഒരു തമാശ കാണിക്കാൻ വേണ്ടി എടുത്താ. അത് തിരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ട സർ, വേണ്ട വേണ്ട. വാങ്ങിച്ചോ? തമ്പിളെ, ദിവസങ്ങൾ എണ്ണിക്കോ. ഒടുക്കത്തെ പോക്ക.